ഡേ നിനക്ക് പറ്റില്ലെങ്കിൽ പറയും ഞാൻ ചെയ്യാന്നുള്ള രീതിയിലാണ് ഇപ്പം ബീബി ആശാനുള്ളത്. തേങ്ങ ഒട്ടക്കി സാബി വെറുതെ നോക്കിയിരിക്കാണ്ട് എന്നുള്ള രീതിയിലുള്ള ടോക്സാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇറാൻ്റെ കാര്യത്തിൽ കുറേ പുതിയ അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ അവസാനം കണ്ടത് എന്താ, ഈ USS എബ്രഹാം ലിങ്കൻ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഒരു സ്ട്രൈക്ക് ഗ്രൂപ്പ് അമേരിക്കയുടെ നേരെ വന്ന് മിഡിൽ ഈസ്റ്റിൽ ഇറാൻ്റെ തൊട്ടടുത്ത് വന്നിട്ട് പാർക്ക് ചെയ്ത് നിർത്തിയിട്ടുണ്ട് ഇപ്പം പൊട്ടിക്കുന്നുള്ള രീതിയിൽ. അതേ സമയത്ത് പീസ് ടോക്സ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒമാനിലാണ് ഇൻഡയറക്റ്റ് പീസ് ടോക്സ് എന്നാണ് പറയുന്നത്. നമ്മുടെ ട്രംപിൻ്റെ മരുമകൻ ജെറാഡ് കുഷ്നറൊക്കെ പങ്കെടുക്കുന്നുണ്ട്. ഒരു ഇൻഡയറക്റ്റ് പീസ് ടോക്ക് ഇറാനും അമേരിക്കയും തമ്മിൽ ഈ ഒമാൻ മധ്യസ്ഥം നിന്നിട്ട് ഒരു പീസ് ടോക്സ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിലാണ് കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നത് ഇപ്പോൾ പുറത്ത്. ഈ പീസ് ടോക്സിൽ ഇറാൻ എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ വേണമെങ്കിൽ ന്യൂക്ലിയർ എൻറിച്ച്മെൻ്റ് ഒക്കെ നിർത്താം, ആ പരിപാടിയെ നിർത്താം, പക്ഷേ സാങ്ഷൻസ് എല്ലാം പിൻവലിക്കണം, ഞങ്ങൾക്ക് ഫ്രീ ട്രേഡ് ചെയ്യാനുള്ള, ആരിൻ്റെ അടുത്ത് വേണമെങ്കിൽ ട്രേഡ് ചെയ്യാനുള്ള അനുമതി തരണം എന്നുള്ള ഒരു സംഭവമാണ് ഇറാൻ വയ്ക്കുന്നത്. അമേരിക്കക്കാർ പറയുന്നത് ന്യൂക്ലിയറും നിർത്തണം, നിങ്ങളുടെ ബലിസ്റ്റിക് മിസൈലിൻ്റെ ഒരു പരിപാടി ഉണ്ടല്ലോ അത് നിർത്തണം എന്നാണ് അമേരിക്കക്കാർ പറയുന്നത്. അപ്പോൾ അത് സമ്മതിക്കില്ല, ബലിസ്റ്റിക് ഒന്നും നിർത്താൻ പറ്റില്ല, അത് ഞങ്ങളുടെ സെക്യൂരിറ്റിക്ക് ആവശ്യമായിട്ടുള്ളതാണ്, ന്യൂക്ലിയർ വേണമെങ്കിൽ ഞങ്ങൾ നിർത്താം എന്നുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇത് സ്റ്റെയിൽമേറ്റിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഒന്നും തീരുമാനമൊന്നും ആയിട്ടില്ല. ഇപ്പോഴും ചർച്ചകൾ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു സമാധാനമായിട്ട് പിരിയും എല്ലാവരും എന്ന് തറഞ്ഞിട്ടാണോ എന്നറിയില്ല. അണ്ണൻ വണ്ടി എടുത്തു. അതിൻ്റെ ആകും ഇസ്രയേലിൽ നിന്ന് ഇതാ 7ാമത്തെ തവണ ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻ്റായിട്ട് 7th വിസിറ്റാണ് അമേരിക്കയിലേക്ക് വരുന്നത്. ഇന്ന് അമേരിക്ക എത്തിയിട്ടുണ്ട്. കുറച്ച് ടോക്സ് ഒക്കെ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. എന്താണ് തീരുമാനം വേഗം പറയും, ഇല്ലെങ്കിൽ കാണിച്ചു തരാം എന്നുള്ള രീതിയിലാണ് അണ്ണൻ്റെ വരവ്. ഇത് നമ്മൾ ചുമ്മാ ഇരുന്ന് പറയല്ലതാ, അവർ വാർത്ത തന്നെ വരുന്നുണ്ട്. ഞങ്ങൾ കുറച്ചാൽ വെയിറ്റ് ചെയ്യും, നിങ്ങൾ വന്നാൽ ഇല്ലെങ്കിൽ ഞങ്ങൾ പോയി അടിക്കും എന്നാണ് ഇസ്രയേലുകാരിപ്പോൾ പറയുന്നത്. ഇതാ ട്രംപിന് വാണിംഗ് കൊടുത്തു എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ഒറ്റയ്ക്ക് ഞങ്ങൾക്ക് ആരും പേടിയില്ല, നിങ്ങൾ വന്നു, നിങ്ങൾ എബ്രഹാം ലിങ്കനോ എന്ത് ലിങ്കനോ അവിടെ വെച്ചാലും നിങ്ങൾ സഹായിച്ചാലും ഞങ്ങൾക്ക് വിഷയമില്ല, ഞങ്ങൾ കയറി പണിയെന്നാണ് ഇസ്രയേലുകാർ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കാരണമായിട്ട് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ന്യൂക്ലിയർ മാത്രം നിർത്തിക്കൊണ്ട് കാര്യമില്ല. ഈ ഇറാൻ്റെ മെയിൻ സംഭവം ഇവരുടെ ബലിസ്റ്റിക് മിസൈലിൻ്റെ ഒരു പ്രൊഡക്ഷൻ സംഭവങ്ങളാണ്. അപ്പോൾ അതും കൂടെ നിർത്തണം. പിന്നെ ഇവർ ഈ ഹമാസിന് പോലും ഹെസ്ബുള്ളയ്ക്കും ഈ സപ്പോർട്ട് ചെയ്യുന്നത് നിർത്തണം. ഇത്രയും നിർത്തിയാലേ ഇറാനായിട്ട് കരാറിൽ എന്തെങ്കിലും ഏർപ്പെടാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ അതൊക്കെ വേസ്റ്റാണെന്നുള്ള രീതിയിലാണ് ഇസ്രയേലുകാർ പറയുന്നത്. പക്ഷേ ട്രംപ് ആണെങ്കിൽ ഒരു നേരിട്ടുള്ളൊരു യുദ്ധത്തിന് പങ്കെടുക്കാൻ പുള്ളിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് കാരണം പുള്ളി കുറച്ച് ഇപ്പോൾ കരാറെങ്കിൽ കരാറെന്നുള്ള രീതിയിലാണ് പുള്ളി നിൽക്കുന്നത്. അതാണ് ഇപ്പോൾ നെതന്യാഹുവിന് അത്ര താല്പര്യം ഇല്ലാത്തത്.